കഴിഞ്ഞ കുറേ വർഷമായി മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന ചിത്രത്തിന്റെ ബിഗ് അപ്ഡേറ്റ് എത്തി. ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒടുവിൽ മലയാളത്തിലെ ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ മൂന്നാം ചിത്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മോഹൻലാൽ. ദൃശ്യം 3ന്റെ ചിത്രീകരണം ഒക്ടോബർ മുതൽ ആരംഭിക്കും. ഔദ്യോഗിക വിവരം പങ്കുവെച്ചുകൊണ്ടുള്ള വീഡിയോകളും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. 4 വർഷത്തോളം നീണ്ടുനിന്ന കാത്തിരിപ്പിന് വിരാമമായ സന്തോഷത്തിലാണ് മോഹൻലാൽ ആരാധകർ ഇപ്പോൾ. ജോർജ് കുട്ടി ഫാമിലി മൂന്നാമതും തുടരും, ക്ലാസിക് ക്രിമിനൽ കംബാക്ക് 2026 ലാലേട്ടൻ ഇങ്ങെടുക്കുക എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ കമന്റുകൾ. 2013 ഡിസംബറിലായിരുന്നു ദൃശ്യം റിലീസ് ചെയ്യുന്നത്. കുടുംബത്തിനായി ഏതറ്റം വരെയും പോകാൻ കച്ചകെട്ടിറങ്ങിയ 4ാം ക്ലാസ്സുകാരനായ ജോർജ് കുട്ടിയുമായി മോഹൻലാൽ നിറഞ്ഞാടിയപ്പോൾ പിറന്നത് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഫാമിലി ത്രില്ലർ. മലയാളത്തിൽ മാത്രമല്ല ഇതര രാജ്യങ്ങളിലും ഭാഷകളിലും ദൃശ്യം റീമേക്ക് ചെയ്യപ്പെട്ടു. മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിൽ ദൃശ്യം വലിയൊരു പങ്കു തന്നെ വഹിച്ചു. അതുകൊണ്ട് തന്നെ ദൃശ്യം 2ന്റെ വരവിനായി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാത്തിരുന്നു. ഒടുവിൽ 8 വർഷത്തിനിപ്പുറം ദൃശ്യം 2വും പ്രേക്ഷകർക്ക് മുന്നിലെത്തി. വരുണിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് അന്ത്യമാകുന്ന തരത്തിലായിരുന്നു ദൃശ്യം 2 പറഞ്ഞു നിർത്തിയത്. എന്നാൽ അവിടം കൊണ്ടും കഥ തീർന്നില്ല. ദൃശ്യം 3ക്കായി പ്രേക്ഷകർ വീണ്ടും കാത്തിരിക്കുന്നു. സംവിധായകൻ ജിത്തു ജോസഫിനോട് എപ്പോഴും അപ്ഡേറ്റ് ചോദിച്ചു കൊണ്ടേയിരുന്നു. ആ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്.